ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയും എല്ലാവരും കൂടെ അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിനെയും ശ്യാമിനെയും കാണാനില്ല. അപ്പൊ മോഹൻലാൽ ചോദിക്കണ്ടല്ല, ഈ ശ്രുതിയും ശ്യാമും ഇത് എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അശ്വിനാണെങ്കിൽ ശ്രുതിനെയും ശ്യാമും ഒരേ സമയം മിസ്സായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് അന്വേഷിക്കണമല്ലോ എന്നിങ്ങനെ വിചാരിക്കാട്ടോ. ഇതിനെ അന്വേഷിച്ച് നടക്കുവാട്ടോ. എന്നാലും അവളിത് എവിടെ പോയി, ഒരു അത്യാവശ്യ കാര്യത്തിൽ നോക്കിയാൽ അവളെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തപ്പിക്കൊണ്ടിരിക്കട്ടോ ശ്രുതിന. ആ സമയത്ത് അശ്വിൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നമ്മുടെ ശ്യാമും ശ്രുതിയും കൂടി ബസ് സ്റ്റോപ്പിന്റെ അരികത്ത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം ആണെങ്കിൽ ശ്യാമിന്റെ ഭാഗം മാത്രമേ അശ്വിനെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. കാരണം ശ്യാം ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിൽക്കുന്നത്, ശ്രുതി അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പൊ ശ്യാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണല്ലോ എപ്പോഴും ശ്രുതി അടുത്ത് സംസാരിക്കണത്. അപ്പൊ ഇവര് സംസാരിക്കുന്നത് എന്താന്ന് അശ്വിൻ അറിയില്ല. പക്ഷെ ഇന്ന് ശ്യാം ഭയങ്കര ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ് വീണ്ടും. ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ടെന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കാട്ടോ. മാത്രമല്ല അവിടെ പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാവരും പരിപാടി കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാത്രം എന്തിനെ പുറത്തേക്ക് പോയി രഹസ്യമായിട്ട് സംസാരിക്കാനായിരിക്കും എന്നൊക്കെ അശ്വിൻ തെറ്റിദ്ധരിച്ചിട്ട് അശ്വിൻ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാണ്. ശേഷം ആ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വെച്ചിട്ട് ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും കൂടി അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട്. അഞ്ജലി ആ മരുന്ന് കഴിച്ചപ്പോ മരുന്ന് കഴിച്ചു കഴിയുമ്പോഴേക്കും സമാധാനം ആവുന്നുണ്ട് കേട്ടോ അഞ്ജലിക്ക്. അഞ്ജലി പറഞ്ഞിട്ട് ഹാവോ ഇപ്പോഴാ സമാധാനായത് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം അഞ്ജലി വീണ്ടും പറഞ്ഞിട്ട് ശ്രുതി ഒരിക്കലും ഇത് മുത്തശ്ശിയോ കുഞ്ഞനോ ആർത്തും പറയരുതിട്ടോ. ഇല്ല മേഡം, ഇല്ല ചേച്ചി പറഞ്ഞ പിന്നെ ഞാൻ ആർത്തും പറയില്ലല്ലോ എന്ന് ശ്രുതി വാക്ക് കൊടുക്കാണ്. അപ്പൊ അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം ശ്രുതിയും അതുപോലെ തന്നെ ശ്യാമും കൂടി പരിപാടി ഇടയിൽ വെച്ചിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്നൊക്കെ ചെയ്തല്ലോ. അതൊക്കെ ആലോചിച്ചിട്ടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഒരു വെറുപ്പുമാണ് ശ്രുതി എടുത്ത് അശ്വിനെ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം അശ്വിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിക്ക് മരുന്നൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കായിരിക്കും. അപ്പൊ അവന് കളിച്ച് ചിരിച്ചൊക്കെ ആയിട്ട് മരുന്നൊക്കെ എടുത്തു കൊടുക്കണം. അപ്പൊ അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ഒരു എന്തൊക്കെയോ പോലെ തോന്നുവാണ്. കാരണം വേറൊന്നുമല്ല, തന്റെ ചേച്ചിനെ ഇത്രമാത്രം അശ്വിൻ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ തന്നെ മാത്രം എന്താ അശ്വിൻ ഇങ്ങനെ സ്നേഹിക്കാത്തത്, തന്നോട് മാത്രം ഇങ്ങനെ വെറുപ്പ് കാണിക്കാത്തത്. അശ്വിനെ സ്നേഹിക്കാനൊക്കെ അറിയാം, തന്റെ ചേച്ചിനെ മാത്രം സ്നേഹിക്കാൻ അറിയാം, വേറെ ആരെ അശ്വിനെ സ്നേഹിക്കാൻ അറിയില്ല. അതെന്താ അങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി അവിടുന്ന് മനസ്സ് വേദനിച്ച് മുകളിലേക്ക് കയറി പോവാണ്. അങ്ങനെ അശ്വിൻ നമ്മുടെ അഞ്ജലിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് പതിവില്ലാതെ വേറൊരു മരുന്ന് അവിടെ കാണുവാട്ടോ. അയ്യോ ചേച്ചി, ഇതേത് ടാബ്ലറ്റാ, ഇത് ചേച്ചി കഴിക്കുന്ന ടാബ്ലറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോ അത് കുഞ്ഞാ, അതെ എന്റെ ടാബ്ലറ്റ് ആണെന്ന് അഞ്ജലി പറയാണ്. ഈ ടാബ്ലറ്റ് ഇത് ഏതാ, ഞാനിത് ആദ്യമായിട്ട് കാണുവാണല്ലോ എന്ന് പറയുമ്പോ അഞ്ജലി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് കുഞ്ഞാ, ഇന്നലെ എനിക്ക് തല കറങ്ങിയായിരുന്നു. ശ്രുതിയും ശ്യാമേട്ടനും കൂടി പോയി മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ആ മരുന്ന് മേടിച്ചോണ്ട് വന്നത്. ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്, ചേച്ചി എന്നിട്ട് എന്താ ഈ കാര്യം എന്നോട് പറയാത്തത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോ അത് നീയും മുത്തശ്ശിയും ആരും വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അതിപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞാ, മെഡിക്കൽ ഷോപ്പിൽ ആള് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ് എനിക്ക് തന്നത്, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ അശ്വിൻ ചോദിക്കണം, അപ്പൊ ശ്രുതിയുടെ കൂടെ ഇന്നലെ അളിയനും പോയായിരുന്നു. പോയായിരുന്നു. ശ്രുതിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കറക്റ്റ് അറിയില്ലല്ലോ. അതുകൊണ്ട് ശ്യാമേട്ടനടുത്ത് ഞാനും കൂടി ശ്യാമേട്ടനോട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് പോവാനായിട്ട് ശ്രുതിയുടെ കൂടെ. അങ്ങനെ ശ്യാമേട്ടനെ നിർബന്ധിച്ച് ഞാൻ ശ്രുതിയുടെ കൂടെ വിട്ടതെന്ന് എന്നൊക്കെ അഞ്ജലി പറയുമ്പോ അശ്വിൻ മനസ്സിൽ വിചാരിക്കണം, ഈശ്വരൻ ഞാൻ വീണ്ടും അവളെ തെറ്റിദ്ധരിച്ചല്ലോ, എന്തായാലും ശ്രുതിയുടെ അടുത്ത് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് പോവാട്ടോ. അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അശ്വിൻ നമ്മുടെ അഞ്ജലിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയുടെ അടുത്തൊരു പൊടി തരിമ്പ് പോലും സ്നേഹം കാണിക്കുന്നില്ല. അപ്പൊ അതിന്റെ ദേഷ്യമൊക്കെയാണ് ശ്രുതിക്ക്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ശ്രുതിക്ക് ഒരു മാല സമ്മാനിക്കുന്നുണ്ട്. ആ മാല ശ്രുതി ഇങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല നീ എവിടെയാ പോയെന്ന്, ഇപ്പഴാ ചേച്ചിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോ ശ്രുതി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അശ്വിൻ സംസാരിക്കണത്. അപ്പൊ അശ്വിന് ദേഷ്യം വന്നിട്ട് ആ മാല ഉണ്ടല്ലോ, മുത്തശ്ശി കൊടുത്ത മാല, അത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുക കേട്ടോ. ശ്രുതിക്ക് അത് വല്ലാത്ത വിഷമാവുന്നുണ്ട്. വിഷമത്തിൽ പിന്നെ ശ്രുതി അശ്വിനോട് സംസാരിക്കത്തൊന്നുമില്ല കേട്ടോ. അശ്വിനാണെങ്കിൽ ഇങ്ങനെ ഫയലൊക്കെ ഞാൻ തപ്പി നടക്കുമായിരിക്കും. എന്റെ ഫയൽ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് തപ്പി നടക്കുന്ന സമയത്ത് ശ്രുതിയാണ് ഫയൽ എടുത്തു കൊടുക്കുന്നത്. ആ സമയത്ത് അശ്വിൻ പറഞ്ഞിട്ട് നീ ഇങ്ങനെ മിണ്ടാതിരിക്കണേ നല്ലത്, മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് പോകുകയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേക്കും ശ്രുതിനെ കാണുന്നില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ശ്രുതിനെ കാണുന്നേ ഇല്ല. അങ്ങനെ ശ്രുതിനെ കാണാതെ അശ്വിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പൊ രാമേട്ടനോട് ചോദിക്കേണ്ടി, രാമേട്ട ശ്രുതി എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടില്ലല്ലോ അശ്വിൻ സാറെ എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ അവിടുന്ന് പോവുകയാണ്. പെട്ടെന്നാണ് കുറച്ച് പിള്ളേരുടെ ശബ്ദം അശ്വിൻ കേൾക്കണത്. ഇത് എവിടെന്നാ ഈ പിള്ളേരുടെ സൗണ്ട് എന്ന് അശ്വിൻ ഇങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം അശ്വിൻ പോയി നോക്കുമ്പോഴേക്കും ഒരു 5-6 പിള്ളേരുണ്ട്. ആ പിള്ളേരെ ശ്രുതി അവിടെ ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങണം. അതായത് ട്യൂഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. പിള്ളേരൊന്നും പറഞ്ഞാലേ കേൾക്കുന്നില്ല, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്നു, അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി അവരെ നിലക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് മുതൽ ആഴ്ചയിൽ 5 ദിവസം ഞാൻ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കും, വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ ട്യൂഷൻ ടൈം എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അശ്വിന്റെ ദേഷ്യം വരുവാണ്. അശ്വിൻ എന്തൊരു കഷ്ടം ഇത്, സമാധാനത്തോടെ രാത്രി വരുമ്പോ ആ രാത്രി സമാധാനം കളയാൻ വേണ്ടിയിട്ടാണല്ലോ ട്യൂഷൻ
എടുക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ്. മുത്തശ്ശി, ഇവിടെ എന്തൊക്കെയാ നടക്കണത്? എന്താ കുഞ്ഞ, നീ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയാണ്. അല്ല, ശ്രുതി എന്തോ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ഓ അതോ? അവളിവിടെ വെറുതെ ഇരിക്കല്ലേ കുഞ്ഞ, പിള്ളേർക്ക് 4-5 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ, അതുകൊണ്ട് അവൾ ട്യൂഷൻ എടുത്തോട്ടെന്ന് ചോദിച്ചു. ഞാൻ എടുത്തോളാൻ പറഞ്ഞു. ഇപ്പൊ ഒരു 5-6 പിള്ളേരുണ്ട്, പോകെ പോകെ പിള്ളേരൊക്കെ കൂടാനാണ് ചാൻസ് എന്ന് പറയാണ്. ആ സമയത്ത് മനോരമ പറയണ്ട്, ആ അത് വേറൊന്നല്ല കുഞ്ഞ, അവൾക്ക് 5-6 പിള്ളേരെ പ്രസവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതാവണ വരെ ഈ പിള്ളേരെ മാനേജ് ചെയ്യാന്ന് വെച്ചിട്ടായിരിക്കും അവൾ 5-6 പിള്ളേരെ വിളിച്ചു വരുത്തിയതൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. അത് കേട്ട് പ്രീതിക്കും ചിരി വന്നിട്ട് പ്രീതി അവിടെ നിന്ന് പോകാട്ടോ. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യമുണ്ട്. കാരണം അശ്വിനൊന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പോ ഈ പിള്ളേരുടെ കലബില കലബില സൗണ്ട് മാത്രമായിട്ട് കേട്ടോണ്ടിരിക്കണത്. അങ്ങനെ ശ്രുതി ആണെങ്കിൽ അശ്വിനോട് സംസാരിക്കുന്നില്ല. അശ്വിനാണെങ്കിൽ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ്, സംസാരിക്കേണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ട് ശ്രുതി ഇരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതി ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ശ്യാമാണെന്നുണ്ടെങ്കിൽ അശ്വിന്റെ റൂമിൽ കയറുന്നതിന് തെളിവായിട്ട് ആ ഒരു ചരട്, ശ്യാമിന്റെ കയ്യിലെ ചരട് അവിടെ അഴിഞ്ഞു വീഴുന്നുണ്ടല്ലോ. അപ്പൊ ആ ചരട് അഴിഞ്ഞു വീഴുന്നത് കൊണ്ട് തന്നെ ശ്യാമിനത് എങ്ങനെയൊക്കെ പറഞ്ഞു തിരുത്തണം. അതിനു വേണ്ടി കുറച്ച് പ്രസാദം കൊണ്ടിട്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. മുത്തശ്ശി, ഇതിന്റെ ഒരു ക്ലയന്റ് അമ്പലത്തിൽ പോയപ്പോ കൊണ്ടുവന്ന പ്രസാദമാണ്, ഞാനിത് കുഞ്ഞിനെ വേണ്ടിയിട്ടാണ് ഈ ഒരു വഴിപാട് ചെയ്തത്. അപ്പൊ കുഞ്ഞിന് ഞാൻ കൊടുത്തിന് കുഞ്ഞൻ ഫുഡ് കഴിക്കില്ല, കാരണം കുഞ്ഞിന്റെ സ്വഭാവം അറിയാലോ, ഈ ഒരു കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല. അപ്പൊ മുത്തശ്ശി തന്നെ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. അപ്പോ നമ്മുടെ രാമേട്ടനാണെന്നുണ്ടെങ്കിൽ അഞ്ജലിയുടെ കയ്യിലേക്ക് ചരട് കൊടുക്കുന്നുണ്ട്. ഇത് അശ്വിൻ സാറിന്റെ റൂമിൽ നിന്ന് കിട്ടിയതാണ്, അശ്വിൻ സാർ ഇമ്മാതെ ചരടൊന്നും യൂസ് ചെയ്യാറല്ലോ എന്ന് പറയുമ്പോ അഞ്ജലി പറയുന്നത് ശ്യാമേട്ടന്റെ ചരടാണ്, എന്നാൽ ഇതിങ്ങനെ കുഞ്ഞൊരു റൂമിൽ വന്നു എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് മുത്തശ്ശി വരുന്നുണ്ട്. അത് വേറൊന്നല്ല അഞ്ജലി മോളെ, ശ്യാമോനെ കുറച്ച് പ്രസാദമൊക്കെ കൊണ്ടുവരുന്നു, അശ്വിന്റെ വഴിപാടായിട്ടാ കൊണ്ടത്, അതിന്റെ കൂട്ടത്തിലുണ്ടായ വല്ല ചരടുമായിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു തെറ്റിദ്ധാരണ അവിടെ നിന്ന് മാറ്റുവാട്ടോ. അങ്ങനെ ശ്യാം മനസ്സിൽ വിചാരിക്കും, ഓ ഈ ശ്യാം മാതാ വിചാരിച്ച ഇതല്ല, ഇതിനപ്പുറവും കടക്കാൻ പറ്റും ശ്യാമിനോട് ആ കളി. അഞ്ജലിക്ക് സംശയം തോന്നി തുടങ്ങുമ്പോ തന്നെ അത് മാറ്റാനുള്ള അടവ് ഈ ശ്യാമിനറിയാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നണം. കാരണം ശ്യാമിന്റെ ശല്യം ദിവസം പോകുന്നവർ കൂടി വരുവാണ്. അശ്വിനാണെങ്കിൽ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഒന്നും അറിയാത്തൊരു അവസ്ഥയിലാണ് ശ്രുതിക്കാണെങ്കിൽ എല്ലാ സത്യങ്ങളും അശ്വിനോട് പറയണമെന്നുണ്ട്. അതേസമയം അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ ഈ സത്യങ്ങളൊക്കെ പറയാനും അതുപോലെ സംസാരിക്കാനും വരുന്ന ഭാഗമുണ്ട് കേട്ടോ. പക്ഷെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇത്രമാത്രം വെറുക്കുന്നതിന്, അതിന്റെ കാരണം എന്താന്ന് ചോദിക്കുമ്പോ അശ്വിൻ പറയുന്നുണ്ട്, നിനക്ക് അതിന്റെ കാരണം അറിയണോ എന്ന് ചോദിക്കുമ്പോ അതെ എനിക്കറിയണം, അതിന്റെ കാരണം എന്താ എന്ന് വീണ്ടും ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ഇങ്ങനെ പറയാൻ വേണ്ടി വരും കേട്ടോ. പക്ഷെ അങ്ങനെ പറയത്തില്ല. അങ്ങനെ പറയാൻ വേണ്ടി 2-3 പ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. ശ്രുതി ആണെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഇത് പറയാണ്ട് അവിടെ നിന്ന് ശ്രുതിനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് പോകുവാട്ടോ. അപ്പോഴാണ് ശ്രുതിനെ വീഴാൻ പോകുമ്പോ അശ്വിനെ പിടിക്കണത്. കാരണം അശ്വിനെ പേടിയാണ്, ശ്രുതി അങ്ങനെ വീണ് കഴിഞ്ഞാൽ അന്ന് ഓഫീസിൽ ഇങ്ങനെ വീണല്ലോ നിലത്ത് വെച്ചിട്ട്, അതുപോലെ അങ്ങനെ വീഴുന്ന പേടി കാരണമാണ് അശ്വിൻ ഇങ്ങനെ പിടിക്കണത്. ആ ഒരു ഭാഗമാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.